ഓ മൈ ഗോഡ്, ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ഞാനാണ് നിങ്ങൾക്കൊപ്പം. ഇറ്റ്സ് മീ റെമി. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ ടീം മെമ്പേഴ്സ് കൂടി ഇവിടെ ഉണ്ട്. അപ്പം ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്ത് പറ്റിയേട്ടാ? എന്നെ ഒരാൾ ബൈക്ക് ഇടിച്ചിട്ട് പോയതേ. ബൈക്ക് ഇടിച്ചിട്ട് പോയോ? അതെ അതെ, പുള്ളി നിർത്താതെ ഒറ്റ പോക്ക്. എങ്ങോട്ട് പോയി? ഇവിടെ വേദനയുണ്ടോ? പിടിക്കാതെ. ഇവിടെ വേദനയുണ്ടോ? അമ്മാ, അവിടെയും വേദനയുണ്ട്. ഇവിടെയോ? അവിടെ വേദനയില്ല, അവിടെ ഇടിച്ചില്ല. അപ്പൊ മിക്കവാറും അവിടെ ഒരു ഇടി കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് റൈഡിങ് ഒരുപാട് ഇഷ്ടമുള്ള, അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെയാണ്. അശ്വിൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്. ആക്ച്വലി അശ്വിൻ്റെ മാരേജ് ആണ് ഈ വരുന്ന മെയ് 1 ഒന്നാം തീയതി. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു വളരെ നല്ലൊരു കൂട്ടുകാരൻ, ഇങ്ങനെയൊക്കെ കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നല്ലൊരു കൂട്ടുകാരനായിട്ടുള്ള ശ്രീമാൻ സൂരജ് ആണ് നമ്മളോടൊരു റിക്വസ്റ്റ് വെച്ചിരിക്കുന്നത്, ഒരു സർപ്രൈസ് കൊടുക്കണം അശ്വിൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ വിവിധ കലാപരിപാടികളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അശ്വിൻ ഇപ്പോൾ ഇങ്ങോട്ട് വരും. വരുന്ന വഴിയിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വിനിൽ പറയും, ഇങ്ങനെ വഴിയിൽ വെച്ചിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി, നിർത്താതെ പോയി, ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, പെട്ടെന്ന് നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ഓ മൈ ഗോഡിന്റെ മറ്റൊരു ടീം അംഗമാണ് ജയേഷ്. ഓക്കെ, ജയേഷ് ബ്രോ തകർക്കല്ലേ? ശരി, ജയേഷ് ഒരു നാട്ടുകാരനായിട്ട് ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നോട്ടെ. ഓക്കെ, ഒരു നാട്ടുകാരൻ്റെതായിട്ടുള്ള ഒരു സ്നേഹം നമുക്കിവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇവിടെ വരാൻ പോകുന്ന അശ്വിൻ ആരോഗ്യം വളരെ കൂടിയ ഒരാളാണ്. വിനിലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോഗ്യമുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരാളാണ്. പിന്നെ റൈഡർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, ദ റൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ട് പുള്ളിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. റൈഡിങ്ങിനെ കുറിച്ച്, പോയ സ്ഥലങ്ങളെ കുറിച്ച്, ട്രാവലിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു ഇന്റർവ്യൂ പാറ്റേൺ ആണ്. അപ്പൊ അതിനിടയ്ക്കാണ് വിനിൽ അതിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്, ഇത്രയും മാറ്റങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ജയേഷ് ഇതിനകത്ത് ഇന്ററാക്ട് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഞാനും ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഇവിടെ ഇടി വാങ്ങിക്കുമോ അതോ മിക്കവാറും നമ്മൾ അടുത്ത യാത്രയ്ക്ക് പാക്ക് ചെയ്യുമോ നമുക്ക് അറിയത്തില്ല. കാരണം പുള്ളി കണ്ട ഒരു ഹെവി ലുക്കാണ്, അതാണ് നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കാം, നമുക്ക് വിനിലിന് തല്ല് കിട്ടാതെ നോക്കാം, അല്ലെങ്കിൽ ജയേഷിന് വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നമുക്ക് നോക്കാം, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഓ മൈ ഗോഡിന്റെ ടീം എല്ലാവരും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഷൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു ക്യാമറ മാത്രമാണ് ഇവിടെ ഫ്രെയിമിൽ വെക്കുന്നുള്ളൂ, പിന്നെ 2 നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു ക്യാമറ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജയേഷ്, അപ്പം ഹാപ്പി അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു വൈറ്റ് ക്ലബ് ഇല്ലല്ലോ? ശരി, അപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാൻ എങ്ങനെ ഹാപ്പിയാവും? അവന്റെ ഫോട്ടോ ഞാൻ കണ്ടല്ലേ, ഇനി കൊല്ലാൻ വരുന്നതാണ്, അറിയാൻ വയ്യല്ലോ. നോക്കാം നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ റെഡിയാണ്. ഓ മൈ ഗോഡിന്റെ ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ. ഇനി നമുക്ക് നമ്മുടെ കഥാനായകനെ കാണാം. ഇപ്പോൾ കറക്റ്റ് സമയമാണ്. ദ റൈഡർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അശ്വിനും സൂരജും കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. സൂരജാണ് അശ്വിൻ്റെ ഭയങ്കര ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ട് ആകുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള പണികളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങളെല്ലാവരും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കഥാനായകൻ ഇങ്ങ് വന്നാൽ മതി. പുള്ളി ഒരുപാട് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്, റൈഡിങ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ബാക്കി സർപ്രൈസൊക്കെ നമുക്ക് കൊടുത്തുവിടാം. ഈ ബായിണ്ടല്ല നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്. ഞാനാണോ? മതിയാവോ? ഇച്ചിരി കൂടി വീടോ? അതോ ചേട്ടാ, ഇതൊരു ഷൂട്ട് അല്ല, അതെ, ഇതിപ്പോ ഒരു ഷൂട്ട് നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് ആണോ? സന്തോഷം. അപ്പൊ ചേട്ടൻ ഇവിടെയാണോ താമസിക്കുന്നത്? ഇതോ? ഇത് ഒരു ഷൂട്ടിനാ ചേട്ടാ, ഒന്ന് ഇച്ചിരി അടുത്തുള്ള ആളാണ്. റെഡിയാണോ?
ഹായ് ഹലോ ദ റൈഡർ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ്, യാത്രകളോട് പ്രണയമാണ്. പക്ഷേ ജീവിതം മുഴുവനും ഒരു യാത്രയോടാണ് നമ്മളെപ്പോഴും സങ്കല്പിക്കാറുള്ളതും പറയാറുള്ളതും. അപ്പം ഇന്ന് യാത്രകളെ ഇഷ്ടപ്പെടുന്ന, ട്രാവലിംഗ് ഒരു പാഷൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി അശ്വിനാണ് നമുക്കൊപ്പം ഉള്ളത്. ഹലോ അശ്വിൻ, വെൽക്കം ടു ദ ഷോ. അശ്വിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ യാത്രകളെ ഇപ്പം ഒരു റൈഡർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ ഒരു പാഷനായിട്ട് നടക്കുന്ന ആളുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത്. ഇത്തവണ ഒരു റൈറ്റ് ചോയ്സ് അത് അശ്വിനിലേക്ക് എത്തി നിൽക്കുകയാണ്. പറയാം അശ്വിൻ, എന്താണ് അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങൾ അറിയുന്ന ഒരു നല്ലൊരു റൈഡർ എന്നുള്ള രീതിയിലാണ്, എങ്ങനെയാ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായത്? താല്പര്യം എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം വർക്കിന്റെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോ ഇതേമാതിരി അതിനെനിക്ക് അറിയാലോ. കാരണം കൂടുതലും അങ്ങനെ ഷൂട്ടുകൾ കൂടുതലും സ്ട്രെസ്സുകൾ കൂടാൻ നേരത്ത് കൂടുതലും ഞാൻ ചൂസ് ചെയ്യണത് റൈഡിങ് ആണ്. ഇതേമാതിരി പല പ്രാവശ്യം ഇതേമാതിരി സ്ട്രെസ് കൂടി വരുമ്പോൾ നമുക്കൊരു റിലീഫാണ് റൈഡ്. അങ്ങനെ ലോങ് റൈഡുകൾ ഒരാഴ്ച അങ്ങനെ നൈസായിട്ട് അങ്ങനെ മുങ്ങിയിട്ട് നേരെ റൈഡ്. മഴയുടെ ശല്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം ഞാൻ പോയ ടൈമിങ് അതായിരുന്നു ടൈമിങ്. ചേട്ടാ ചേട്ടൻ പോയിക്കോ. അതെന്താ അറിയോ, നമ്മളിപ്പോ ചേട്ടൻ അറിയാലോ ഭയങ്കര വെയിലത്ത് ഞങ്ങൾ രണ്ടുപേരും ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂറിന്റെ പ്രോഗ്രാമേ ഉള്ളൂ. ചേട്ടനോട് അടുത്ത ആൾ തന്നെയല്ലേ? വരാ ചേട്ടാ. ഇതെന്താ പ്ലീസ് ചേട്ടാ, ഒരു മണിക്കൂർ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇപ്പൊ പ്രത്യേകിച്ചും ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഹെവി ഹോട്ടാണെന്ന് പറയും. ഹെവിയാണ്, വളരെയധികം ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ്. അതിപ്പോ ഒക്കെ എങ്ങനെയാണ് ഒന്ന് ഓവർകം ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മൾ പിന്നെ കൂടുതലും അങ്ങനത്തെ ടൈം അത് ഒഴിവാക്കലാണ് സാധാരണ പതിവ്. ശരിക്കും ഇങ്ങനെ ഒരുപാട് ദൂരൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങൾ അവർ, ഒരു സെക്കൻഡ് അശ്വിൻ കുറച്ചൊന്ന് അടുത്ത് നിൽക്കും. നമുക്ക് ഈ ക്യാമറയിൽ നമ്മൾ ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഞാൻ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാണേ. ഓക്കെ അശ്വിൻ, ഇപ്പോൾ സാധാരണഗതിയിൽ ഗ്രൂപ്പായിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ 2 പേര് ഇൻഡിവിജ്വലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അശ്വിൻ എങ്ങനെയാ കംഫർട്ടബിൾ ആവുന്നത്? ഞാൻ സോളോ പോകാറ്. ഒറ്റയ്ക്ക് പോകാറ്? ഓഹോ. ഗ്രൂപ്പ് റൈഡ് ഇവിടെ ഇത്ര വർഷമായിട്ട് ഞാൻ സ്പൈസ് കോസ്റ്റ് ഹോഗ് ചാപ്റ്ററിൽ ഹോഗ് മെമ്പർ ആണ്. കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അശ്വിൻ, ശരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറെ അധികം ആളുകൾ ഈ ബൈക്ക് റൈഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു തരത്തിലുള്ള ബോധവൽക്കരണത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു റൈഡർ എന്നുള്ള ഒരാളെ അടിച്ചിട്ട് കണ്ണുകൊണ്ടുവിടട്ടെ നിങ്ങൾക്ക് മറ്റേ സ്കീമാണുള്ളത്. ഒരാളെ വഴി വെച്ച് തട്ടിയിട്ടിട്ട് പോയാൽ അവർക്ക് മനസ്സിലാവത്തില്ലേ? എന്തേട്ടാ? ആ വളവിൽ വെച്ച് തട്ടിയിട്ടിട്ട് പോയിട്ട് അവർ മൈൻഡ് ചെയ്യാതെ പോയെന്ന്. വളവിൽ വെച്ചിട്ടോ? ഓ, പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ ചിരിക്കുന്ന ചേട്ടാ. ഒരു മിനിറ്റ്, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയെന്ന് തോന്നുന്നു അവിടെ വെച്ച് തട്ടിയിട്ടിട്ട്. എന്താണ് വേണ്ടത്? അവിടെ വെച്ച് ഇയാള് തട്ടിയിട്ടിട്ട് പോയിട്ട് മൈൻഡ് ചെയ്യാതെ പോയെന്ന് തോന്നുന്നു. ഇപ്പൊ ആ തട്ടിയിട്ട് തന്നെയാണ് ഈ പറ്റിയേക്കണത്. പെട്ടെന്ന് ഡ്രസ് ചെയ്ത് കിട്ടിയതൊക്കെ 10-15 മിനിറ്റ് ആയില്ലേ? ഓ, അതാണ് കറക്റ്റ് ആയിട്ട് എവിടെ എങ്ങനെ മനസ്സിലായത്? അതാ വളവിലേക്ക് ചേട്ടന്മാർ ചോദിച്ചിട്ട് ഈ ചേട്ടൻ ബൈക്കിൽ അവിടെ വെച്ച് തട്ടിയിട്ടിട്ട് പോയതല്ലേ? അവിടുത്തെ വളവിൽ എവിടത്തെ വളവെന്ന് കറക്റ്റ് കാര്യം പറ. ഇറങ്ങിട്ട് തട്ടിട്ട് പോയത് എവിടെയാണെന്ന് അറിയത്തില്ലേ? ഞാൻ എന്തിനാ നിങ്ങളെ പറ്റിക്കണത്? നിങ്ങളെ പറ്റിച്ചിട്ട് എനിക്ക് എന്തിനു കിട്ടും? ചേട്ടാ, എവിടെ തട്ടിയിട്ടെന്ന് പറയണേ? ഇതുകൊണ്ട് പിന്നെ കുണ്ടന്നൂർ അപ്പുറത്തെ വളവിൽ വെച്ചിട്ട് വളങ്ങിയറിയപ്പോ തട്ടിട്ടിട്ട് പോയിട്ട് മൈൻഡ് ചെയ്യാതെ പോയെന്ന്. അപ്പൊ എങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെയൊക്കെയാ? 10-20 മിനിറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ ഉള്ള ആ ചേട്ടന്മാർ കൊണ്ടാക്കിയിട്ടാണ്. ഏത് ഹോസ്പിറ്റൽ? അവിടുത്തെ ഒരു പിന്നെ ഡിസ്പെൻസറി ഉണ്ടല്ലേ? ഹോസ്പിറ്റൽ കറക്റ്റ് ആണ്. ഇപ്പൊ തന്നെ ചെയ്തേക്കണ പോലെ തന്നെയാണ് തോന്നുന്നത്. എന്തോന്നു? അല്ല, എന്താ ചേട്ടാ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ പ്രോഗ്രാം ആവണമെന്ന് പറഞ്ഞിട്ട് ആളുടെ ജീവിതം വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. വേറെ ആരും തട്ടിയതായിരിക്കും ചേട്ടാ. എന്തൊരു ടൈപ്പ് വിട്ടുകൊടുത്തോട്ടാ? എന്തോ വിട്ടുകൊടുത്തോ? അശ്വിൻ എന്തെങ്കിലും കാര്യമായിട്ട് പറയും. നിങ്ങൾ ഒരു മനുഷ്യനെ
നിങ്ങളെന്താ ആളെ തട്ടിയിട്ടിട്ട് പോയിട്ട് ചേട്ടൻ തട്ടിയിട്ടായിരുന്നു. ഞാൻ ഇവിടെ കുറെ നേരം നിൽക്കല്ലേ. ഇവിടെ ആളു അവിടെ തട്ടിയിട്ടിട്ട് ഇന്നലെ ഇവിടെ ഷൂട്ട് കിടന്നല്ലേ നമ്മൾ അതിന്റെ അപ്പുറത്തുള്ളല്ലേ കണ്ടോണ്ടിരിക്കുക. എന്തോന്നു ഒരു മര്യാദ ഇല്ലാത്ത പരിപാടി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് പോകാത്ത എന്തായിരുന്നു? വണ്ടി നിർത്തിയിട്ട് പോകാനാ? എന്തോന്ന് ഇയാളെ സ്ഥലം ഇവിടെ ഞാൻ ഇവിടെ കൊള്ളാന്നെ, ഞാൻ ഇവിടെ ആയിക്കോട്ടെ. ആളെ നോക്കിയാണോ തട്ടിയിടുന്നത്? സ്ഥലം നോക്കിയിട്ടാണോ തട്ടിയിടുന്നത്? ചേട്ടന്റെ വണ്ടി കൊണ്ട് ഇയാളെ തട്ടിയോ? നീ പോ, നീ സംസാരിക്കും. അതാ താൻ എന്നോട് സംസാരിക്കണോ? അത് നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ ഇതിന് പറ. അവിടെ വെച്ച് തട്ടിയിട്ടിട്ട് പോയിട്ട് എനിക്ക് എന്താ വേണ്ടതെന്ന് ഒരാളെ തട്ടിയിട്ടിട്ട് പോയിട്ടാണോ എന്താ വേണ്ടതെന്നാണ് എനിക്കൊരു 5 സെന്റ് പെരയുടെ മണം മേടിച്ചു തരൂ. എടുത്തോടോ, സാധനം അളന്ന് എടുത്തോടോ. നിങ്ങള് മിണ്ടാതിരിക്കും. ചുമ്മാ വണ്ടി തള്ളിയിട്ടിട്ട് വന്നിട്ട് നിങ്ങൾ അടിക്കാൻ നിൽക്കണം. എന്തെന്ന് ഉടായ്പ പരിപാടി? ആളെ കൊല്ലാനായിട്ടാണ് നിങ്ങൾ വണ്ടി കൊണ്ട് കിടക്കുന്നത്. വണ്ടി വീട്ടിൽ വെക്കണം, റോഡിലല്ലോ കൊണ്ട് ബാക്കിയുള്ളവന്റെ മേത്ത് കയറേണ്ടത്. ചേട്ടാ ഇത് നമ്മളൊരു പ്രോഗ്രാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. എന്റെ പൊന്നു വെച്ചാൽ നിങ്ങൾക്ക് അത് പ്രോഗ്രാം ആയിരിക്കും. ബാക്കിയുള്ളവന്റെ മണ്ട കയറിയിട്ടാണ് പ്രോഗ്രാം ചെയ്യണം. ചേട്ടനെ തട്ടിയിട്ടു എന്നുള്ളതിന് എന്താ എന്തെങ്കിലും തെളിവുണ്ടോ? ഈ വണ്ടി തന്നെ കണ്ടറിയാലോ. ഈ വണ്ടി എന്താ, ഈ വണ്ടിയുടെ പേരെന്താന്നറിയോ? ഈ വണ്ടിയുടെ പേര് സുരേഷ്. അപ്പൊ സുരേഷ് അങ്ങനെ ആയിരിക്കും തട്ടിയിട്ടത്. വല്ല രമേഷിന്റെ വീട്ടിൽ പോയി ചോദിക്കും. ഇപ്പൊ ഞാനൊരു ആക്ടറുടെ അടുത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഒരു ഡ്രീം റോൾ എന്താണ്, ഇതുവരെ ചെയ്യാത്ത ഒരു റോൾ എന്താണെന്നൊക്കെ. ഇപ്പൊ ഞാൻ അതുപോലെ അശ്വിനോട് ചോദിക്കാണ്. അല്ല റോൾ എന്നുള്ള കാര്യത്തിലല്ല, ഡ്രീമിൽ എവിടെയാണ് ഇനി പോകാനായിട്ട്? നമ്മുടെയൊക്കെ ഡ്രീമാണ് ഹിമാലയ പോകുമെന്ന് പറയുന്നതൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം മാത്രമാണ്. എന്നെങ്കിലുമൊക്കെ അത് യാഥാർത്ഥ്യമാവുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അശ്വിനത് ചേട്ടാ ചേട്ടാ ഇത് ഇവിടെ ഭയങ്കര ചൂടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വല്ലതും? മനുഷ്യനെ കൊല്ലാൻ കൊണ്ടിട്ട് ചൂടെന്ന് പറഞ്ഞിട്ട് ആരെ നിങ്ങളെ കൊല്ലാൻ കൊണ്ടിട്ടെ? പാപ്പുള്ളി വണ്ടി തട്ടിയിട്ടിട്ട് പോയിട്ട് മൈൻഡ് അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് ദയവ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഇതിന്റെ ജോലി ഇത് കഴിഞ്ഞിട്ട് തട്ടിയിട്ട് ആ ചേട്ടനല്ലേ തട്ടിയിട്ടത്. ഈ ചേട്ടനെ തട്ടിയിട്ട് നിങ്ങൾക്ക് മുറിവിന്റെ വേദന എന്താന്ന് അറിയാവോ? ബാക്കിയുള്ളവനെ കൊല്ലാനായിട്ടല്ല വണ്ടി കൊണ്ട് നടക്കേണ്ടത്. മിണ്ടാതിരിക്കും. ഞങ്ങൾ ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എന്തായാലും ഉണ്ടാക്കും. ഞാൻ അവിടെ തട്ടിപ്പോയിരുന്ന ഇതിന്റെ ഒരു തീരുമാനം പോയില്ലല്ലോ, ഇവിടെ വന്നിരിക്കല്ലോ കുരിശായിട്ട്. പോയിരുന്നെങ്കിലോ അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ നിർത്താതെ പോയത്? ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞു ഉണ്ടായിട്ടില്ലെന്ന്? നിങ്ങൾ കണ്ട, നിങ്ങളാണ് ബേക്കിരുന്നത്. നീ അറിഞ്ഞ ഞാൻ പിന്നെ 20 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്? ചേട്ടാ ഒരു 20 മിനിറ്റ് ഒന്നും മിണ്ടാതിരി. ഞങ്ങളതൊന്ന് ഷൂട്ട് ചെയ്തെടുത്തോട്ടെ. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ചേട്ടൻ തണലത്തല്ല നിൽക്കുന്നത്, ഞങ്ങൾ ഈ വെയിലത്താ നിൽക്കുന്നത്. അടുത്തത് നമ്മളില്ലേ ഒന്നില് പഠിപ്പും വിവരമുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മാണിക്കത്തോളം ചെറുതാണ്. എന്റെ പൊന്നു വെച്ചാ നിങ്ങൾ ചുമ്മാരി. അല്ല നിങ്ങൾ പേര് പറയൂ. അങ്ങനെ വിളിക്കാൻ വേണ്ടിട്ടല്ലേ പേര് പറഞ്ഞ ചേട്ടന്റെ പേരും ഇല്ലേ? സുരേഷ് ചേട്ടൻ ദയവ് ചെയ്ത് ഒരു 20-25 മിനിറ്റോളം. എന്നാ പിന്നെ എനിക്ക് ആശുപത്രി പോകാനുള്ള പൈസ ഇയാളതാ. എന്തോന്ന് വണ്ടി തട്ടിട്ട് പഠിക്കാൻ പറഞ്ഞോ നിങ്ങള്? എനിക്ക് വേറെ ഇവന്റ് ഉണ്ട്. അല്ല അത് ഇതില് നീ കണ്ടോണ്ടിരിക്കാണ് എന്നെ തട്ടിയിടുന്നത്. പിന്നെ മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. പൊസിഷൻ കറക്റ്റ് ആണോ ചേട്ടാ? നീങ്ങിപ്പോയോ? ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. പൊസിഷൻ നോക്കിയോണ്ട് ബാക്കിയുള്ളവന്റെ കാര്യം തീരുമാനം. ലെഫ്റ്റ് ഓക്കെ കറക്റ്റ് ആണോ? അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് ദൂരങ്ങൾ ഈ ബൈക്കിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനും ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലൈഫിൽ ട്രാവൽ ചെയ്യുമ്പോൾ.
അത് എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഇപ്പൊ വെതർ ചേഞ്ചസ് ഇതെല്ലാം നമ്മൾ ഇതാണ്. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോകുന്ന നേരത്ത്, കുറച്ച് ഡെസ്റ്റിനേഷനിലൊക്കെ പോകുന്ന നേരത്ത് അവിടെ വഴിയരികിൽ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രാവിലെ ഒക്കെ പക്ഷെ ആരോഗ്യത്തിന് ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പം കാണുന്നില്ല. ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുപോകും പാക്ക് ഡ്രൈ ചെയ്തിട്ട്. ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷേ അല്ലാണ്ട് ഞാൻ ഇപ്പൊ പോയി വന്നിട്ട് ഇത്രയും മാസമല്ല. അപ്പൊ മെച്ചപ്പെട്ടതാണ്. ഇപ്പൊ മെച്ചപ്പെട്ടതാണ്. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളവരുടെ മണ്ടേ കയറാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മളെ പാവപ്പെട്ടവര് നിങ്ങൾ പോയി, നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങൾ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഷൂട്ടാണ്. എന്താ ഉദ്ദേശം? എന്റെ പൊന്നു വെച്ചാൽ വണ്ടി തട്ടിയിട്ടിട്ട് പോയ സാമാന്യം നിർത്തിയിട്ട് ഒരു ആശുപത്രി കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കേണ്ട ഒരു മര്യാദ വണ്ടി തട്ടിയിട്ടില്ലല്ലോ. ഇത് കോട്ടും ജീൻസൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് അങ്ങ് നടന്നാൽ മതിയാ? ഇത് ഷൂട്ട് നടക്കും. എനിക്ക് വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതാണ്. ചുമ്മാരി നിങ്ങള് ആരവണി മുട്ടിയില്ലെന്ന്. ഞാൻ വണ്ടി മുട്ടി അവിടെ ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയല്ലേ. വണ്ടി മുട്ടിയിട്ടിട്ട് പോയത് അവിടെ നിന്ന് ചേട്ടന്മാരാണല്ലോ പറഞ്ഞത്. അവിടെ ജംഗ്ഷനിൽ നിന്ന് ഞാൻ അവര് തിരക്കി വന്നപ്പോഴാണ് അവിടെ പിന്നെ ഈ കുണ്ടന്നൂർ ഇപ്പുറത്ത് നിന്ന് ചേട്ടന്മാർ പറഞ്ഞ് ഇങ്ങോട്ടാണ് വളഞ്ഞു കയറിയത്. ചേട്ടാ നിങ്ങള് നാട്ടുകാരാണത്? കളിക്ക് നല്ല സുഖമുള്ളത് തന്നെ. ഇവിടെ ഇടിച്ചിട്ടിട്ടാണ് അവിടെ ന്യായം പറയുന്നത്. തീരുവോ ചേട്ടാ? അയ്യൊക്കെ വല്ല കൂതലുണ്ടാന്ന് നോക്കിയാണ് ഇടിച്ചിട്ട് പോയിട്ട്. പാവപ്പെട്ടവന്റെ വണ്ടിയിൽ എന്തൊരു ആവാന്ന. ഫോറസ്റ്റിലൊക്കെ പോയിട്ടുണ്ടോ? ഫോറസ്റ്റ് ഇവിടെ നിന്ന് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ വഴി തെറ്റി ഗുണമെന്ന് പറഞ്ഞ റൂട്ടിൽ കയറിയത്. അത് ഫുൾ ഫോറസ്റ്റ് വഴിയാവും. ഒരു ഗുണമില്ലാത്ത വഴിയാണ്. നിങ്ങളൊന്ന് സംസാരിച്ചോണ്ടിരിക്കാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്ക്. കൊടുത്തിട്ട് വരണം. പിന്നെ ആ കൊണ്ട് കൊടുക്കുക. ഇടിച്ചിട്ട് ഇനി കൊല്ലയെ കൊണ്ട് ചെയ്യും. ചേട്ടാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ പൊന്നു വെച്ച ഒരാളെ ഇടിച്ചിട്ട് ഇറങ്ങിക്കൂടെ? നിങ്ങള് കൈ നോട് ചുമ്മാ ആളെ ഇടിച്ചിട്ട് തരുന്ന മാറി നീയാണ് സംസാരിക്കണത്. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആരെ? ഇയാളെ വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഒരാളെ ഇടിച്ചിട്ട് പോയിട്ട് ആൾക്ക് എന്തിനാണ് വേണ്ടത്? നിങ്ങൾ ആളെ കൊന്നിട്ട് പോയാലും എന്തിനു വേണമെന്ന് ചോദിക്കും. എന്താ വണ്ടി ഇടിച്ച ഇയാളാണെന്ന് പറഞ്ഞില്ലേ? എന്തോന്ന് നല്ല കൂതലുണ്ടാ നോക്കിയാണ്. പാവപ്പെട്ട മണ്ട വണ്ടി കൊണ്ട് കയറിയിട്ട് എവന്റെ മണ്ട അടിച്ച് ആദ്യം പൊളന്ന് കളയണം. നീ ഇവിടെ ഉള്ളതല്ലേ, നീ നാട്ടുകാരന് വേണ്ടി സംസാരിക്കടാ. ചേട്ടാ ഇതൊന്ന് വൃത്തിയിലൊന്ന് എടുത്തോട്ടെ ചേട്ടാ. ഇത് ഈ ആഴ്ച പോകാനുള്ള ഒരു എപ്പിസോഡാണ്. എനിക്കും പോയിട്ട് ഒരു ചെറിയ ചെറിയ കലാകാരന്മാരാണ്. ദയവായിട്ട് സഹകരിക്കും. അശ്വിൻ ഒരു 10 minutes. ഓ ഇത് നടക്കൂല. വണ്ടി കണ്ട ഒരു കുറവില്ലല്ലോ. അശ്വിൻ നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവനെന്തെങ്കിലും ചെയ്തത്? അവനെ എന്താ എന്നെ കൊല്ല്. ഇത്രയും ചെയ്താ പോരെ? ചേട്ടാ അവനെ അറിഞ്ഞൊന്നും തന്നാൽ ബാക്കി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അല്ല പറയാ എന്റെ എന്തൊരു മാങ്ങ പറിക്കാൻ പോകും. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് അശ്വിൻ ഒരു റൈഡറാണ്, ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താ അവർക്ക് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താ? റൈഡ് സേഫ്. അത്രേ ഉള്ളൂ. പിന്നെ പ്രോപ്പർ ഗിയറും ഹെൽമെറ്റും അത് മസ്റ്റ് ആണ്. റൈഡ് ചെയ്യാൻ നേരത്തെ എന്തായാലും അത് യൂസ് ചെയ്യണം. ഓക്കെ. ഇത്രയും യാത്ര ചെയ്തിട്ടുള്ളതിൽ അപ്പോൾ ബാക്കിയുള്ളവന് കുഴപ്പമൊന്നും പറ്റൂല. അല്ലാതെ പോണ ചേട്ടാ ഇയാൾ ഒരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഹെൽമെറ്റ് വെച്ചോണ്ട് പോകുമ്പോ കൈ പിടിക്കാതെ തട്ടിട്ടിട്ട് പോയിട്ട് ഇനി എന്തോ വേണ്ടെന്നാ നീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ആ പിന്നെ നീ ചുമ്മാ ആ പുള്ളി ഒരു മര്യാദ നിങ്ങൾ ദേഹത്ത് തൊട്ട് കളിക്കാതെ എന്തോന്ന് ഒന്നും പറയണ്ട. നിങ്ങള് വെറുതെ എന്തോന്ന് മാറിയത്? നമ്മള് പാവപ്പെട്ടവരാണ്ട് ദേഹത്ത് എന്തോന്ന് മാറിക്ക്. സൂരജ് വേണ്ട. കൂസലുണ്ടാന്ന് നോക്കിയാ വണ്ടി അടിച്ചാൽ നോക്കട്ടെ. നിങ്ങളെ പിന്നെ അശ്വിൻ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യം തോന്നിയേ.
അത് ഇടിച്ചിട്ട് നിങ്ങൾക്കറിയാല്ലേ താൻ അവിടെ നിന്ന് എന്തോ നിന്ന് സംസാരിക്കും അല്ല അയാൾ അവിടെ തിന്ന് നിങ്ങളെ മുമ്പിൽ നിന്നിട്ട് താനവിടെ നിക്ക് കൊല്ലാനാ? വാ വന്നേ എന്തോന്ന് വാ സുരേഷ് നിങ്ങൾ കണ്ടു നീ ചുമ്മാ എടാ, നിങ്ങൾ ഒന്നാമത് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചേട്ടാ അത് കാര്യമായിട്ട് സംസാരിച്ചാൽ മതിയല്ലേ ഒരു സെക്കൻഡ് അല്ല ഒരു മിനിറ്റ്. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് അശ്വിൻ ഇത് നമ്മുടെ സ്വന്തം വിനിലാണ്. ഓ മൈ ഗോഡ് ടീം അത് ജയേഷ്. ഓക്കെ അല്ല എവിടെയെങ്കിലും ഒന്ന് ആദ്യം കൈ കൊടുക്കും. എന്തായാലും ആയിക്കോട്ടെ, നന്നായിരുന്നു. അപ്പൊ കൗമുദി ടിവിയുടെ ഞങ്ങളുടെ ഓ മൈ ഗോഡ് ടീമിന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്. ഇതങ്ങ് ഏൽപ്പിക്കുന്നു. അപ്പൊ എന്താ പരിപാടി? ഇനിയിപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ ഇതുപോലുള്ള ചെറുതും വലുതുമായ സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആര് തന്നെയാണെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ. ഞങ്ങൾ ഓ മൈ ഗോഡ് ടീമിന്റെ വകയായിട്ട് ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.